തനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു നാടൻ വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. കപ്പുലർത്തിയതാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കപ്പുലർത്തിയത് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ കാണും, അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തേക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കഷ്ണം കപ്പ് എടുത്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കാം. ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പല കപ്പയുടെ വേവ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, ഓരോ കപ്പയുടെ അതിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേവിക്കുക. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഇത് 2-3 വട്ടം ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ടൊന്ന് ഊറ്റി കളയുന്നുണ്ട്. കാര്യം കപ്പയുടെ ആ ഒരു മട്ട മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ കുക്കറിലാണ് വെക്കുന്നതെങ്കിലും വിസിലൊന്നും വെക്കണില്ല. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതുകൊണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ആ വെള്ളം ഒരു പാത്രത്തിലിട്ടിട്ട് ഊറ്റിക്കളഞ്ഞ് വീണ്ടും ആ കപ്പ ആ പാത്രത്തിലിട്ട് കുക്കറിൽ തന്നെ ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കും. അപ്പോൾ ലാസ്റ്റ് നമ്മളങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് തിളപ്പിച്ച് ഊറ്റി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതങ്ങനെ തിളക്കുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് ഒന്ന് ചതച്ചൊക്കെ എടുത്ത് വെക്കാം. ഞാനിവിടെ 1 കപ്പ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം, സവാള ആകുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കപ്പ തിളച്ച് വന്നിട്ടുണ്ട് രണ്ടാമതും. അത് വെള്ളമൊക്കെ ഊറ്റി ഇപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ച് റെഡിയാക്കിയൊക്കെ എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു കടായി വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോഴേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള നാടൻ വിഭവമൊക്കെ ഉണ്ടാക്കുമ്പം. വേറെ ഓയിലൊക്കെ യൂസ് ചെയ്ത് അത്ര ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല വെളിച്ചെണ്ണയുടെ അത്രയും. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്ക് കുറച്ച് കടുകൊക്കെ ഇട്ട് താളിക്കുക. കടുകും അതുപോലെ തന്നെ കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത് എങ്കിലും ഞാൻ ഈ അരപ്പിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ മസാലയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ച് ആ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉപ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് ആ ഒരു കളറിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്നത് ചതച്ച മുളകാണ് ചേർക്കാൻ പോകുന്നത്. നമ്മുടെ വറ്റൽമുളക് ചതച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ മഞ്ഞൾപ്പൊടി ചേർക്കാതെയാണ് കപ്പ വേവിക്കുന്നതെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചതച്ച മുളക് ചേർക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മുടെ ഈ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ഈ കപ്പ. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ മുളക് പൊടിയും ഉപ്പും എല്ലാം കപ്പയിലേക്ക് നന്നായിട്ട് ഇറങ്ങി പിടിക്കാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനെ ചെയ്യുന്നത്. ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇത്രയുള്ളൂ നമ്മുടെ കപ്പ ഉലർത്തിയത്. പിന്നെ ഇത് കഴിക്കാനായിട്ട് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു പകുതി സവാള ഒന്ന് കട്ട് ചെയ്തിടാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഞാൻ ആ ഒരു ടൈമിലാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം. ഞാനിപ്പോൾ ഇതുവരെ കുരുമുളക് പൊടി ഇതിൽ ചേർത്തിട്ടില്ല. ഞാനത് സെർവ് ചെയ്യുന്ന സമയത്താണ് സവാളയ്ക്ക് ഇട്ടതിന് ശേഷമാണ് കുരുമുളക് പൊടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പൊടികളുടെ കൂടെ ഇപ്പോൾ മിക്സ് ചെയ്യുന്നതിന് പകരം ആ ഒരു ടൈമിൽ ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇതാ നമ്മുടെ കപ്പ ഉലർത്തിയത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഈ നാടൻ വിഭവം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക്